2022 മോഡൽ 2023 രജിസ്റ്റേർഡ് ആയിട്ടുള്ള നെക്സൺ EV മാക്സ് നമ്മുടെ ഈ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. 450 കിലോമീറ്ററാണ് കമ്പനി റേഞ്ച് പറയുന്ന ഫുൾ ഷോറൂം കണ്ടീഷനുള്ള വാഹനമാണ്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ മറ്റോ ഒന്നുമില്ല. വാഹനം 50,000 കിലോമീറ്ററാണ് കവർ ആയിരിക്കുന്നത്. ബാക്കിൽ റിവേഴ്സ് ക്യാമറ വിത്ത് റിവേഴ്സ് സെൻസർ ആണ് വരുന്നത്. റിയർ ഡിഫോഗറും വൈപ്പറും എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബമ്പേഴ്സും കാര്യങ്ങളും എല്ലാം ക്ലീൻ കണ്ടീഷനുള്ള വാഹനമാണ്. ടയർ എല്ലാം നല്ല കണ്ടീഷനുള്ള ടയേഴ്സ് ആണ്. ഡ്രൈവർ സെറ്റും കോ ഡ്രൈവർ സെറ്റും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അതേപോലെ തന്നെ സൺറൂഫ്, ഹാർമന്റെ മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് എല്ലാം വാഹനത്തിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ വരുമ്പോൾ ക്രൂയിസ് കൺട്രോൾ, വോളിയം ഡൗൺ എല്ലാ ഫെസിലിറ്റിയും സ്റ്റിയറിംഗിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വാഹനത്തിന്റെ സെൻട്രലായിട്ട് തന്നെ നമുക്ക് ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കാണാം. ഇത് ആപ്പിളിന്റെ ഒക്കെ ഫോൺ ആണെങ്കിൽ വയർലെസ് ചാർജിങ്ങിലൂടെ നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ അടുത്തത് ഈ സൈഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ റീജനറേഷന്റെ ലെവൽ സെറ്റ് ചെയ്യുന്നതാണ്. ലെവൽ 1, 2, 3 ആൻഡ് 0 അങ്ങനെ 3 സെറ്റിംഗ് ആണുള്ളത്. ഓട്ടോ, ഹിൽ ഹോൾഡ് ഉണ്ട്. നമുക്കിത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ കൺസോളിൽ നമുക്കറിയാൻ പറ്റും. അതുപോലെ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതാണ് വാഹനത്തിന്റെ മോഡ് സെലക്ഷനും കാര്യങ്ങളെല്ലാം. ഇതിലിപ്പം 4 മോഡ്സ് ആണ് നമുക്ക് ഡ്രൈവിനായിട്ടുള്ള: പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന അടുത്ത ഫംഗ്ഷൻ ആണ് എക്കോ മോഡ് ആണ് സിറ്റി മോഡ്. ഇപ്പോൾ സിറ്റി മോഡിലാണ്. എക്കോയിൽ പ്രസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയുടെ കളറും കാര്യങ്ങളെല്ലാം മാറി വരുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ സപ്പോർട്ട് ചെയ്യുന്ന AC കാര്യങ്ങൾ എല്ലാ വിധത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നേക്കുന്ന റാപ്പാക്കാണ്. സ്റ്റിയറിംഗ് യൂണിറ്റിൽ വരുമ്പോൾ നമുക്ക് നോർമലി വരുന്ന വോളിയം അപ്പ്, വോളിയം ഡൗൺ അങ്ങനത്തെ കാര്യങ്ങളും ആണ് വരുന്നത്. പിന്നെ ക്രൂയിസ് കൺട്രോളിന്റെ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം റൈറ്റ് സൈഡിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.